യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വചനം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. നാം വചനത്തോട് പ്രതികരിക്കേണ്ട വിധമാണ് ഇന്നത്തെ ധ്യാന ചിന്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് ദൈവത്തിൻ്റെ വചനം നാം കൈക്കൊള്ളണം. അതായത് ഒരു നല്ല കൃഷിക്കാരൻ തൻ്റെ വയലിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് ദൈവവചനം നാം സ്വീകരിക്കേണ്ടത്. നല്ല കർഷകൻ എന്താണ് ചെയ്യുന്നത്? വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നിലത്തിലെ കല്ലും കളയും എല്ലാം നീക്കി ആ നിലത്തെ വിതയ്ക്കുവാൻ പരുവത്തിൽ ഒരുക്കുന്നു. വിത്ത് അവിടെ വിതയ്ക്കണമെങ്കിൽ നിലം ഒരുക്കപ്പെടണം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിച്ച് അത് നമുക്ക് അനുഗ്രഹം ആകണമെങ്കിൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും പൂർണ്ണമായിട്ടും നാം വിട്ടുകളയണം. അതായത് ഒന്നുകിൽ പാപം നമ്മിൽ വസിക്കും, അല്ലെങ്കിൽ വചനം നമ്മിൽ വസിക്കും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നാണല്ലോ സങ്കീർത്തനം 119-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഒന്നുകിൽ പാപം നമ്മെ വചനത്തിൽ നിന്ന് അകറ്റിക്കളയും, അല്ലെങ്കിൽ വചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും അല്പമായിട്ട് വിട്ടുകളയണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പൂർണ്ണമായിട്ട് വിട്ടുകളയണം. നമുക്കെല്ലാവർക്കും ദൈവം ചെവികൾ തന്നിട്ടുണ്ട്. ശബ്ദം നാം കേൾക്കുന്നത് ചെവിയിൽ കൂടിയാണ്. എന്നാൽ ചെവിക്കകത്ത് ചെവിക്കായം അടിഞ്ഞുകൂടിയാൽ നമ്മുടെ കേൾവി അതിന് തടസ്സമുണ്ടാകും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശരിയാവണ്ണം കേൾക്കുവാനോ കേട്ട് ഗ്രഹിക്കുവാനോ കഴിയാതെ പോകുന്നത് ചിലപ്പോൾ ചെവിക്കായം ചെവിക്കകത്ത് വല്ലാതെ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. ആ ചെവിക്കായം ചെവിക്കകത്തുനിന്ന് നീക്കം ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി പൂർണ്ണ കേൾവി ശക്തിയുള്ളവനായിട്ട് മാറുന്നു. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം അത് നമുക്കനുഗ്രഹം ആയിട്ട് മാറുന്നത് വചനം സ്വീകരിക്കുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ ഒരുക്കണം എന്നുള്ള ആ വ്യവസ്ഥ അനുസരിക്കുമ്പോഴാണ്. അഴുക്കിൽ കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം മാത്രമേ അതിൻ്റെ അമ്മ അതിന് പാലൂട്ടി കൊടുക്കുകയുള്ളൂ. ദൈവവചനമാകുന്ന പാൽ കുടിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം എന്നാണ് ഇന്നത്തെ വചനത്തിൽ നാം കാണുന്നത്. വീണ്ടും ജനിപ്പിക്കുന്നതിനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ദൈവവചനത്തിൻ്റെ ശക്തി നമുക്കാർക്കും വർണ്ണിപ്പാൻ സാധ്യമല്ല. അത് പാറകളെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് ചിലപ്പോൾ. അത് ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന ഒരൗഷധം പോലെയാണ്. അതൊരു വാളാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാധ്യതകൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാം. ഇവിടെ പറയുന്നു, ദൈവവചനത്തിന് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. കെടുന്ന ബീജമല്ല, കെടാത്ത ബീജം എന്ന് പത്രോസ് അപ്പോസ്തലൻ വചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുക്കിയ വയലിൽ
വിത്ത് നടുന്നത് പോലെ വീണ്ടും ജനിച്ച ഒരുവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം അത് നട്ടിരിക്കുന്നു എന്നുള്ളത് എത്ര സന്തോഷമാണ്. ആ വചനം സൗമ്യതയോടെ നാം കൈക്കൊള്ളണം എന്നുള്ള പ്രബോധനവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ജനന അനുഭവത്തിൽ ജീവിച്ച് ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തു ഒരുക്കുന്ന തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം തീർച്ചയായിട്ടും കാരണമാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതിനപ്പുറത്തുള്ളതെല്ലാം ലൗകികമാണ്. ഈ ലോകത്തിലെ സകല കാര്യങ്ങൾക്കും നാശം ഭവിക്കും എന്നുള്ളത് മറക്കരുത്. നാം നേടിയതും സമ്പാദിച്ചതും ഒന്നും നമ്മെ നിത്യതയിൽ ദൈവരാജ്യത്തിൽ എത്തിക്കുകയില്ല. അത് വീണ്ടും ജനനത്തിലൂടെ മാത്രമാണ് സാധ്യം. അതുകൊണ്ട് വീണ്ടും ജനിക്കാത്ത വ്യക്തിയാണെങ്കിൽ വീണ്ടും ജനിക്കണം ദൈവവചനത്താൽ. വീണ്ടും ജനിച്ച് ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗീയപിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായിട്ട് നന്ദി. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.